നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷകളിൽ ആവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വർഷങ്ങളും ദിനങ്ങളും അവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ച്, 1949 ഡിസംബർ 9 കൽക്കട്ടയിൽ വെച്ച്, 1949 ഡിസംബർ 6 ബോംബെയിൽ വെച്ച്, 1946 ഡിസംബർ 6 അമൃത്സറിൽ വെച്ച്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്ന്? 2019 ഓഗസ്റ്റ് 5, 2019 ഓഗസ്റ്റ് 15, 2019 സെപ്റ്റംബർ 5, 2018 ഓഗസ്റ്റ് 5. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2019 ഓഗസ്റ്റ് 5-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1837, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓൺലി 3 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം 1866-ലാണ്. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, അത് ശരിയാണ്. കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845 ശരിയാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875-ആണ്. ഇത് മൂന്നും കറക്റ്റാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ 3 മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? ഡിസംബർ മുതൽ ജനുവരി വരെ, ജൂൺ മുതൽ ജൂലൈ വരെ, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഏപ്രിൽ മുതൽ മെയ് വരെ. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ? ബൽവന്ത റായ് കമ്മീഷൻ 1957, PK തുങ്കൻ കമ്മിറ്റി 1990, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ഇതിൽ തെറ്റായിട്ടുള്ളത് രണ്ടാമത്തെയാണ്. PK തുങ്കൻ കമ്മീഷൻ 1990 തെറ്റാണ്. PK തുങ്കൻ കമ്മീഷൻ 1989-ലാണ്. ബൽവന്ത റായ് കമ്മീഷൻ 1957 ശരിയാണ്. അശോക് മേത്ത കമ്മീഷൻ 1977 ശരിയാണ്. സർക്കാരിയ കമ്മീഷൻ 1983 അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 2 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നോക്കാം. GST നിലവിൽ വന്നത് എന്ന്? ജൂലൈ 2016, ഏപ്രിൽ 2016, ജൂലൈ 2017, ഏപ്രിൽ 2017. GST നിലവിൽ വന്നത് ഓപ്ഷൻ സി ആണ്. ജൂലൈ 2017-ലാണ്. അടുത്തത്. പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് എന്ന്? 28 ഓഗസ്റ്റ് 2014, 28 സെപ്റ്റംബർ 2014, 28 ഒക്ടോബർ 2014. ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2014 ഓഗസ്റ്റ് 28-നാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത്. 2014 ഓഗസ്റ്റ് 28-നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ്? ഏപ്രിൽ 23, ഫെബ്രുവരി 19, ഏപ്രിൽ 24, ഫെബ്രുവരി 18. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19-നാണ്. നോക്കാം. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഇതിൽ എല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചത്. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. ഇത് മൂന്നും കറക്റ്റാണ്. അടുത്തത്. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് എന്ന്? 2023 സെപ്റ്റംബർ 20,
2023 സെപ്റ്റംബർ 21, 2023 സെപ്റ്റംബർ 27, 2023 സെപ്റ്റംബർ 28. ഇതിൽ കറക്റ്റ് ആൻസർ 2023 സെപ്റ്റംബർ 28 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ.